നമസ്കാരം. 6 കോർപ്പറേഷനുകൾ, 86 മുനിസിപ്പാലിറ്റീസ്, 14 ജില്ലാ പഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 941 ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലായി 1200-ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്ന 75,000-ഓളം സ്ഥാനാർത്ഥികൾ, 23,000-ലധികം വാർഡുകളിലായി മത്സരിച്ച 75,000 സ്ഥാനാർത്ഥികളുടെ വിധി എന്ത് എന്നുള്ളത് ഇന്ന് ജനങ്ങളിലേക്ക് എത്തുകയാണ്. മുന്നണികളുടെ കൂട്ടലും കിഴിക്കലും വിമതശല്യവും സ്വതന്ത്രരുടെ സാന്നിധ്യവും ഒപ്പം അവർ നടത്തിയ പ്രചരണ ആയുധങ്ങളും പ്രചരണ തന്ത്രങ്ങളും എത്രത്തോളം ഫലവത്തായി എന്നുള്ളതിൻ്റെ ഫലം കൂടിയാണ് ഇനി അധികം സമയമില്ലാതെ, അധികം മണിക്കൂറുകൾക്കകം തന്നെ ജനങ്ങളിലേക്ക് എത്താനിരിക്കുന്നത്. ഇന്നത്തെ വിധി എന്ന് പറയുന്നത് ഏറ്റവും നിർണായകം എന്നുള്ളത് സംശയമേതുമില്ല. കാരണം ഏറെ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ്. ഇടതിനൊപ്പമോ വലതിനൊപ്പമോ അല്ലെങ്കിൽ കറുത്ത കുതിരയായി മൂന്നാം മുന്നണി കയറി വരുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് അറിയാനുള്ളത്. അധികം സമയമില്ല, നമ്മൾ വിധിയിലേക്ക് കടക്കുകയാണ്. ഇനി വോട്ടെണ്ണാൻ അധികം സമയമില്ല, വോട്ടെണ്ണലിലേക്കൊക്കെ തന്നെ കടക്കുന്നു. ആദ്യം വിധി എന്താണെന്നുള്ളത് ഇന്നറിയാം. സംസ്ഥാനത്ത് 2 ഘട്ടങ്ങളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്നാണ്. രാവിലെ 7:45-ന് സ്ട്രോങ് റൂമുകൾ തുറക്കം. 8 മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണി തുടങ്ങുക. തുടർന്ന് EVM മെഷീനുകൾ എണ്ണി തുടങ്ങും. വിവരങ്ങളുമായി അല്പസമയത്തിനകം കേരള വിഷൻ ന്യൂസിന്റെ പ്രതിനിധികൾ ഓരോരുത്തരായി ചേരുകയാണ്. AC ഉണ്ണികൃഷ്ണനാണ് ആദ്യം വിവരങ്ങളുമായി ചേരുന്നത്. ഉണ്ണി, ഏറെ നിർണായകം, അത് പറയേണ്ടതില്ല, പക്ഷേ അത് പറയാതെ വയ്യ. എല്ലാ മുന്നണികൾക്കും, അല്ലെങ്കിൽ മുൻപത്തേക്കാളും 2020-നേക്കാളും കൂടുതൽ സീറ്റുകൾ പിടിക്കുക, അല്ലെങ്കിൽ അതേ ആധിപത്യം തുടരുക എന്നുള്ള ഒരു ചിന്തയിൽ ഇടതു മുന്നണി മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു പിടിച്ചടക്കൽ തങ്ങൾക്ക് ആവശ്യമാണ്. ഒരു പിടിച്ചടക്കൽ തന്നെ ഇത്തവണ നടത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ UDF-ഉം മുന്നോട്ട് വരുന്നു. അതോടൊപ്പം തങ്ങളുടെ വളർച്ച കൃത്യമായി തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രതിഫലിക്കുമെന്നുള്ള വിശ്വാസത്തോടെ NDAയും നിൽക്കുന്നു. എങ്ങനെയൊക്കെയാണ് ഈ വിവരങ്ങൾ? ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയ്ക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നണികളെല്ലാം തന്നെ കാണുന്നത്. ആ രീതിയിൽ തന്നെ ഒരു വിധിയെഴുത്തെന്ന രീതിയിൽ തന്നെ ഇതിനെ കാണുന്നു എന്നതാണ് പറയേണ്ടത്. ഒരു സെമി ഫൈനൽ എന്ന രീതിയിൽ തന്നെ കാണുന്നു. എന്തായാലും 941 പഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ 152 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, 86 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് കിടക്കുന്ന നടന്ന തെരഞ്ഞെടുപ്പിൽ എന്തായാലും അല്പസമയത്തിനകം തന്നെ വിധി വരുമെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫല സൂചനകൾ 8:30 തന്നെ ലഭിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 7:45 കാളിദാസ് സൂചിപ്പിച്ച പോലെ 7:45 സ്ട്രോങ് റൂമുകൾ തുറന്ന് മെഷീനുകൾ പുറത്തിറക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക, അതിനുശേഷമാണ് EVM എണ്ണി തുടങ്ങുക. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഫലം അറിയാൻ കഴിയുമെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. വോട്ടെണ്ണലിനായി സംസ്ഥാനത്താകെ 244 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ബ്ലോക്ക് തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ അതത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണം. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണും. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ആദ്യം ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ഫലം വരും. ജില്ലാ പഞ്ചായത്തുകളിലടക്കം ഉച്ചയ്ക്ക് 2 മണിയോടെ തന്നെ പൂർണ്ണ ഫലം വ്യക്തമാകുമെന്നതാണ്, അല്ലെങ്കിൽ പൂർണ്ണ ചിത്രം വ്യക്തമാകുമെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടം എന്ന് പറയുന്നത് വിവാദ വിഷയങ്ങളും അതോടൊപ്പം തന്നെ ജനകീയ പ്രശ്നങ്ങളും ഒരുപോലെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു. എന്തായാലും മുന്നണികളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. 2 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ 74% പോളിംഗ് നടന്നത്. 2.10 കോടിയോളം പേർ വോട്ട് രേഖപ്പെടുത്തി. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ ഫലസൂചനകളെല്ലാം തന്നെ പുറത്തു വരുമെന്നതാണ് പറയേണ്ടത്. 7:45 തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും. 8 മണി കൂടി തന്നെ വോട്ടെണ്ണി തുടങ്ങും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും. എന്തായാലും 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തു വരും. ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പാകെ തന്നെ പൂർണ്ണ ചിത്രം വ്യക്തമാകുമെന്നതാണ്
പറയേണ്ട ഒരു കാര്യം. എന്തായാലും വലിയ പ്രതീക്ഷകൾ മുന്നണികളെല്ലാം തന്നെയുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നിരവധി വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമെന്ന് പറയേണ്ടിയിരിക്കുന്നു. ദേശീയ വിഷയങ്ങളടക്കം ഈ പ്രാദേശിക തലത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു എന്നത് പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം, ആ രീതിയിൽ വലിയ വിഷയങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ നടന്ന വിഷയങ്ങളെല്ലാം തന്നെ പ്രാദേശിക തലത്തിൽ കൂടുതൽ ചർച്ചയാവുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വന്നു എന്നതാണ് പറയേണ്ടത്. കൂടാതെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എല്ലാം തന്നെ വോട്ടാകുമെന്ന പ്രതീക്ഷയിൽ LDF-ഉം അതോടൊപ്പം തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഈ പ്രാദേശിക തലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ UDF-ഉം അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും എല്ലാം തന്നെ പ്രാദേശിക തലത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു ആത്മവിശ്വാസത്തിലാണ് NDA-യും ഉള്ളത്. എന്തായാലും ഈ ഒരു സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതെന്നതാണ് പറയേണ്ടത്. കാളിദാസൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ LDF-നും UDF-നും ഒപ്പം തന്നെ വലിയ പ്രതീക്ഷയിൽ NDA-യും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി വലിയ വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. തങ്ങളുടെ 2 നഗരസഭകൾ നിലനിർത്താൻ കഴിയും, കൂടുതൽ നഗരസഭകളിലേക്ക് ഭരണം പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം NDA സംബന്ധിച്ചുകൊണ്ട് പാലക്കാട് അതോടൊപ്പം തന്നെ പന്തളം അടക്കമുള്ള നഗരസഭകളിൽ വലിയ ആധിപത്യം നേടിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയെല്ലാം തന്നെ NDA-ക്കുണ്ട് എന്നതും കൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. കൂടാതെ തൃപ്പൂണിത്തുറ നഗരസഭ അടക്കമുള്ള മേഖലകളിൽ വലിയൊരു മേൽക്കൈ നേടാനാകുമെന്ന പ്രതീക്ഷയും NDA-ക്കുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലത്തിൽ എല്ലായ്പ്പോഴും വലിയ ആധിപത്യമുള്ളത് LDF-ന് തന്നെയായിരുന്നു. അവിടെ തങ്ങളുടെ ആധിപത്യം തുടരാനാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. മുനിസിപ്പാലിറ്റികളിലേക്ക് വന്നു കഴിഞ്ഞാൽ UDF വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞ തവണയെല്ലാം തന്നെ കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഭരണം കിട്ടിയിട്ടും ഭരിക്കാൻ കഴിയാതെ, കോർപ്പറേഷനിൽ ഭരിക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യം UDF-നടക്കം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ആ രീതിയിൽ ചില അട്ടിമറികൾക്കെല്ലാതുള്ള സാധ്യതയുണ്ട്. ഈ സ്വതന്ത്രന്മാരുടെ സാന്നിധ്യം അത് വലിയ രീതിയിൽ തന്നെ അവർ ഭരണത്തിൽ നിർണായകമാകുന്ന സാഹചര്യം, വിമതന്മാരുടെ ശല്യം, അത് രീതി എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDF-നും UDF-നും NDA-യ്ക്ക് ഒരുപോലെ തലവേദനയായത്. കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2020-യുടെ സാന്നിധ്യം അത് വലിയ രീതിയിൽ തന്നെ അവർ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് മത്സരിക്കാനായി വന്നൊരു ഘട്ടം, അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ രീതിയിൽ വലിയ പ്രത്യേകതകളെല്ലാം തന്നെ ഈ പ്രാദേശിക തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഉണ്ട് എന്നതാണ് പറയേണ്ടത്. എന്തായാലും കോട്ടയം നോക്കിക്കഴിഞ്ഞാൽ അവിടെ കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യം, അതിരമ്പുഴയിൽ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഇതെല്ലാം തന്നെയുണ്ട്. കൂടാതെ ഈ മധ്യ കേരളത്തിൽ കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് LDF-നെ സംബന്ധിച്ച് കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയെല്ലാം തന്നെയുണ്ട്. ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒപ്പമുള്ള ഒരു ഭരണം ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യം ആ രീതിയിൽ തന്നെ തങ്ങൾക്ക് മുതൽക്കൂട്ടാകും, തങ്ങൾക്ക് അവിടെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയെല്ലാം തന്നെ LDF-നെ സംബന്ധിച്ച് കോട്ടയത്തുണ്ട്. അതേസമയം തന്നെ പ്രതീക്ഷകൾ എല്ലാ മുന്നണികൾക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷകളുണ്ട്. എന്തായാലും അതിൽ ഏറ്റവും കൂടുതൽ ഇത് നിലനിർത്തുക, അല്ലെങ്കിൽ തങ്ങൾ കഴിഞ്ഞ തവണ എത്രത്തോളം ആധിപത്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചോ ആ ആധിപത്യം അതേപോലെ തന്നെ നിലനിർത്തുക എന്നുള്ള വലിയൊരു വെല്ലുവിളിയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ളത്. ആ ആധിപത്യത്തെ മറിച്ചടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല, അത്തരത്തിലൊരു മറിച്ചടി UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എത്രയൊക്കെ വിമതശല്യമുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു. വിനയ ചേരുന്നു എറണാകുളത്ത് നിന്നും, കൊച്ചിയിൽ നിന്നും. വിനയ, ഈ കൊച്ചിയെ സംബന്ധിച്ച് ഈ 2020-യുടെ മുന്നേറ്റം, അല്ലെങ്കിൽ ആദ്യം കിഴക്കമ്പലത്ത് മാത്രം ഒതുങ്ങിയിരുന്ന 2020-ൽ കിഴക്കമ്പലത്ത് മാത്രം ഒതുങ്ങിയിരുന്ന ഒരു പ്രാദേശിക പാർട്ടി പിന്നീട് ഇത്തവണ കൊച്ചി കോർപ്പറേഷനിലേക്കൊക്കെ എത്തുന്നു, വലിയ രീതിയിൽ സീറ്റ് പിടിക്കുന്നുള്ള പ്രതീക്ഷയടക്കം അതിൻ്റെ ആ 2020-യുടെ ആ ഒരു സ്ഥാപക നേതാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, സാബു വർഗീസിൻ്റെ ആ ഒരു പരാമർശം, ക്ഷമിക്കണം, സാബു എം ജേക്കബിൻ്റെ ആ ഒരു പരാമർശവും പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് വിനയ എറണാകുളത്തെ സാഹചര്യങ്ങൾ? UDF-ന് കഴിഞ്ഞ തവണ ഒന്ന് വിജയിച്ചു, പക്ഷേ UDF-ന് ആ ഭരണം കിട്ടിയില്ല. LDF ആയിരുന്നു ആ ഭരണം. UDF കയറി വരുമോ? കാളിദാസ്, എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് മഹാരാജാസ് കോളേജിലാണ്. ഈ മഹാരാജാസ് കോളേജിലാണ് കൊച്ചിൻ കോർപ്പറേഷന്റെ വോട്ടെണ്ണൽ നടക്കുന്നത്. ഇനി 2020-യെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 4 പഞ്ചായത്തുകളിലും ഒരു ബ്ലോക്കിലുമായിരുന്നു 2020 പാർട്ടി വിജയിച്ചതെങ്കിൽ ഇത്തവണ കൂടുതൽ സീറ്റുകളിലേക്ക് അടക്കം തന്നെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് അടക്കം തന്നെ മത്സരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ നേടാനാകുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 2020 പാർട്ടിയുള്ളത്. സാബു എം ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 പാർട്ടി ഉള്ളത്. ഇനി മറ്റൊന്ന്, ഈ കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 74 ഡിവിഷനാണുള്ളത്. ആ 74 ഡിവിഷനും എണ്ണുന്നത് ഇവിടെ തന്നെയാണ്. 3 റോകളിലായിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു ROന്റെ കീഴിൽ തന്നെ
കോളേജുകളിലായി 45 ഡിവിഷൻ ആദ്യം തന്നെ എണ്ണുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഈ കോളേജിൽ ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം പോസ്റ്റൽ വോട്ടുകളായിരിക്കും എണ്ണുക, അതിനുശേഷമായിരിക്കും പിന്നീട് പെട്ടിയിലേക്ക് പോവുക എന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ UDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും LDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഒരു അഭിമാന പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് കൊച്ചിൻ കോർപ്പറേഷൻ. അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലായിരുന്നു UDF ഈ പ്രചരണ പരിപാടികൾക്കടക്കം തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. LDF ആണെങ്കിൽ മന്ത്രി P രാജീവിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രചരണ പരിപാടികൾക്കടക്കം നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എക്കാലവും UDF-ന് ഒരു അനുകൂലമായി നിൽക്കുന്ന ഒരു എറണാകുളം ജില്ല എന്ന് പറയുന്നത് എപ്പോഴും UDF-ന് അനുകൂലമായി നിൽക്കുന്ന ജില്ലകളിൽ ഒന്നാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പോളിംഗ് കഴിഞ്ഞ സമയത്താണെങ്കിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതായത് പോളിംഗിൽ കുറവോ കൂടുതലോ ഒന്നും തന്നെ ഉണ്ടാകാത്ത സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു കാര്യം നോക്കുമ്പോൾ LDF-ന് വളരെ ആശ്വാസമായിട്ടുള്ള ഒരു പോളിംഗ് ശതമാനം തന്നെയായിരുന്നു കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ പ്രചരണ പരിപാടികൾക്കടക്കം തന്നെ LDF സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ കൊച്ചി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ഈ വെള്ളക്കെട്ട് കൂടാതെ മാലിന്യ പ്രശ്നം തുടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരുന്നു. അത് തദ്ദേശപരമായി ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ആ തദ്ദേശപരമായിട്ടുള്ള ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു LDF സർക്കാർ പ്രചരണ പരിപാടികൾക്കടക്കം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ UDF സർക്കാർ ആണെങ്കിൽ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ പ്രചരണ പരിപാടിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ തദ്ദേശപരമായിട്ടുള്ള ആളുകളെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രചരണത്തിനിറങ്ങുന്ന LDF സർക്കാർ. അത്തരത്തിൽ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുവിധം 2020 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തിൽ ഒരുവിധം കൊച്ചിയിലെ പ്രശ്നങ്ങളടക്കം തന്നെ പരിഹരിക്കാൻ സാധിച്ചു എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് LDF സർക്കാർ ഉള്ളത്. ഇനി കൊച്ചിൻ കോർപ്പറേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷൻ നിലവിൽ ഭരിക്കുന്നത് LDF സർക്കാരാണ്. ആ ഭരണം നിലനിർത്താൻ തന്നെയാണ് LDF സർക്കാർ ശ്രമിക്കുന്നത്. UDF ആണെങ്കിൽ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് UDF ശ്രമിക്കുന്നത്. കഴിഞ്ഞ തവണ വിമതന്മാരെ അടക്കം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു LDF സർക്കാർ അധികാരത്തിലെത്തിയിട്ടുണ്ടായിരുന്നതും കൊച്ചിൻ കോർപ്പറേഷൻ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നതും. ഇത്തവണയാണെങ്കിലും UDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിമത ശല്യം രൂക്ഷമാണ്. മുൻ കൌൺസിലറും കൂടാതെ ഡെപ്യൂട്ടി മേയർ അടക്കം തന്നെ ഇത്തവണ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതടക്കം UDF തന്നെയാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലടക്കം തന്നെ ഒരു തർക്കം ഉടലെടുക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. പലരും ഈ പടല പിണക്കങ്ങൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത്തരത്തിൽ 9ഓളം വിമതരാണ്, ഡെപ്യൂട്ടി മേയർ അടക്കം 9ഓളം വിമതരാണ് UDF-നെ സംബന്ധിച്ച് ഇത്തവണ മത്സര രംഗത്തുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി UDF-നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ UDF-ന്റെ കാര്യം പറയുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മത്സരത്തിന് തന്നെയായിരുന്നു ഇത്തവണ കൊച്ചിൻ കോർപ്പറേഷൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കൊച്ചിൻ കോർപ്പറേഷനിലെ വോട്ടുകൾ എണ്ണുമ്പോൾ ആർക്കായിരിക്കും അല്ലെങ്കിൽ മുൻതൂക്കം നൽകുക, അല്ലെങ്കിൽ ആർക്കായിരിക്കും മുൻതൂക്കം എന്നതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം. കൊച്ചിൻ കോർപ്പറേഷനിലെ 74 ഡിവിഷനുണ്ട്. ഗ്രാമപഞ്ചായത്തായി 82, ബ്ലോക്ക് പഞ്ചായത്ത് 14 ഉണ്ട്, മുനിസിപ്പാലിറ്റി 11, ഒരു ജില്ലാ പഞ്ചായത്തുമാണുള്ളത്. കഴിഞ്ഞ തവണ 72 ഡിവിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ 2 ഡിവിഷൻ കൂടിയിട്ടാണ് 74 ഡിവിഷനിലേക്ക് എത്തിയത്. ഇനി 2020 കണക്ക് നോക്കുകയാണെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷനിലെ കക്ഷിനില LDF 33 സീറ്റും UDF 31 സീറ്റും BJP 5 സീറ്റും ഒതേഴ്സ് 5 സീറ്റുമായിരുന്നു. മുനിസിപ്പാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ UDF 9 സീറ്റും LDF 4 സീറ്റും NDAക്ക് ഒന്നും തന്നെ കിട്ടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ LDF സർക്കാർ 7 സീറ്റും UDF 6 സീറ്റും ഒതേഴ്സ് 1 സീറ്റുമായിരുന്നു. ഗ്രാമപഞ്ചായത്ത് നോക്കുകയാണെങ്കിലാണ് UDF 48 സീറ്റായിരുന്നു നേടിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ UDF-ന് ലഭിക്കുന്നത്. LDF അന്ന് 30 സീറ്റോളമായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. മറ്റ് 2020 പാർട്ടി അടക്കം തന്നെ പോരാട്ടം കാഴ്ചവെക്കുകയും 4 ഗ്രാമപഞ്ചായത്തുകളായിരുന്നു 2020യുടെ കീഴിലുണ്ടായിരുന്നത്. കൂടാതെ ഒരു ബ്ലോക്കും. ഇത്തവണ കൂടുതൽ സീറ്റുകളിലേക്ക് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. BJP സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കോർപ്പറേഷനിൽ രണ്ടക്കം കടക്കുമെന്നൊരു ആത്മവിശ്വാസം BJP സംബന്ധിച്ചുണ്ട്. ഈ LDF-നെ സംബന്ധിച്ചാണെങ്കിലും UDF-നെ സംബന്ധിച്ചാണെങ്കിലും ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാക്കി മാറ്റുന്നതിനടക്കമുള്ള ശ്രമം
ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ആർക്കാണ് മുൻതൂക്കം ഉണ്ടാവുക, ആരാണ് കൊച്ചിൻ കോർപ്പറേഷൻ ഭരിക്കുക എന്നതിൽ ഒരു വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ 10 മണിയോടുകൂടി തന്നെ ചിലപ്പോൾ ഈ വോട്ടെണ്ണൽ പൂർത്തിയായി ഫലങ്ങൾ വരുന്ന സാഹചര്യത്തിലേക്ക് അടക്കം തന്നെ കടക്കാൻ സാധിക്കും. കാരണം അത്തരത്തിലുള്ള ആളുകൾ ഏകദേശം ഒരു റൗണ്ട് എന്ന് പറയുമ്പോൾ 45 ഡിവിഷൻ എണ്ണി തീരുമ്പോൾ പെട്ടെന്ന് തന്നെ തീരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ 10 മണിയോടുകൂടി തന്നെ കൊച്ചിൻ കോർപ്പറേഷനിലെ ഫലങ്ങൾ പുറത്തു വരും. ആർക്കായിരിക്കും മേൽക്ക എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നിരവധി സ്ഥാനാർത്ഥികളടക്കം തന്നെ നിലവിൽ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഇനി ആര് അല്ലെങ്കിൽ കൊച്ചിൻ കോർപ്പറേഷൻ ഒരു പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലത്തെ തുടർന്നായിരിക്കും അത് തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം തന്നെ പ്രതിഫലിക്കുക. അത് കണ്ടൊരു കാഴ്ച തന്നെയാണ്. തെരഞ്ഞെടുപ്പിലെ ആ ഒരു ഓളം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും എത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സെമി ഫൈനൽ എന്നുള്ള തരത്തിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നണികളെല്ലാം കാണുന്നത്. തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അല്ലെങ്കിൽ തങ്ങളിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നതൊന്നും തങ്ങളുടെ വോട്ടിനെ കാര്യമായി ബാധിക്കില്ല എന്നുള്ള പ്രതീക്ഷയൊക്കെ മുന്നണികളും കൂടെ പങ്കുവെക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ കോഴിക്കോടേക്ക് ഒന്ന് പോകുന്നു. റിയാസ് KMR ഉണ്ട് നമ്മളോടൊപ്പം. റിയാസ്, ഈ വടക്കൻ കേരളത്തിലെ 2ാം ഘട്ട വോട്ടെടുപ്പിലായിരുന്നു വടക്കൻ കേരളം ഉണ്ടായിരുന്നത്. തെക്കൻ കേരളത്തെ സംബന്ധിച്ച് ഏറെ വോട്ട് ശതമാനം അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കുറച്ച് ഉയർന്നു നിന്നെങ്കിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിലൊന്ന് കുറവാണ് എന്നുള്ള സാധ്യത എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ പ്രധാനമായും ഉണ്ട്. ഒപ്പം കോഴിക്കോട് കോർപ്പറേഷനിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. UDF സ്ഥാനാർത്ഥിയുടെ വോട്ടർ പട്ടികയിലെ പേരില്ലായ്മ, പിന്നീട് ആ സ്ഥാനാർത്ഥിയെ മാറ്റുന്നു. എന്തായാലും എപ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാവും റിയാസെ? ആർക്കൊപ്പമായിരിക്കും കോഴിക്കോട് അടക്കമുള്ള വടക്കൻ കേരളം? ഗുഡ് മോർണിംഗ് കാളിദാസ്. നമ്മളെല്ലാം തന്നെ ജനവിധിക്കായി കാത്തിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ഭരണം തുടരുമോ അതല്ല അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനമായും എല്ലാവരും നോക്കുന്നത്. ഒപ്പം തന്നെ ഈ കോഴിക്കോട് ജില്ലയിലെ നഗരസഭകളിൽ UDFനുണ്ടായിരുന്ന ഒരു നഗരസഭയുടെ അധിക മേൽക്കൈ ഇത്തവണ അത് ആവർത്തിക്കുമോ അല്ല അതിൽ കൂടുതൽ UDF പിടിക്കുമോ അല്ല LDF അവരുടെ സമഗ്രാധിപത്യം ആയി നേരത്തെ UDFന് 2020 പോലും, അതായത് 2020 എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ വലിയൊരു കുതിപ്പുണ്ടായ വർഷമാണ് 2020. കോവിഡ് കാലത്തായിരുന്നു. ആ കോവിഡ് കാലത്ത് ഒരു സർക്കാർ നടത്തിയ ഇടപെടലുകൾ അതിന് അനുസരിച്ച് ജനം ഒപ്പം നിന്ന് വോട്ട് ചെയ്തു. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ജനം LDFനൊപ്പം നിന്ന ഒരു കാഴ്ച നമ്മൾ 2020 കണ്ടതാണ്. ആ 2020 പോലും കോഴിക്കോട് ജില്ലയിലെ നഗരസഭകളിൽ 4 ആകെയുള്ള 7 നഗരസഭകളിൽ 4 UDF നേടി, 3 LDFനൊപ്പം ഉണ്ടായത്. ഇത്തവണ അത് മറികടക്കാൻ LDFന് സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായും നോക്കുന്നത്. മറ്റൊന്ന് BJPയുടെ ഒരു സാന്നിധ്യമാണ്. BJPക്ക് പ്രധാനമായും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് സാന്നിധ്യമുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിലാണ്. ആ കോഴിക്കോട് കോർപ്പറേഷനിൽ നിലവിൽ 7 ഡിവിഷനുകളാണ്. 75 സീറ്റുകളിൽ 7 ഡിവിഷനുകളാണ് BJPയുടെ പക്കലുള്ളത്. ഇത്തവണ വാർഡ് വിഭജനത്തിലൂടെ ഒരു ഡിവിഷൻ അധികം വന്ന് 76 ഡിവിഷനാകുമ്പോൾ പുതിയ ഡിവിഷൻ BJP പിടിക്കുമോ അതല്ല BJPക്ക് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെയാണ് പ്രധാനമായും നമ്മൾ പരിശോധിക്കുന്നത്. 22 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചുള്ളത്. നടക്കാവ് ഹൈസ്കൂളാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ വോട്ടെണ്ണൽ കേന്ദ്രം. നഗരസഭകളിൽ ഓരോ നഗരസഭകളിലും 7 നഗരസഭകളിലും ഈ വോട്ടെണ്ണൽ കേന്ദ്രമുണ്ട്. 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ കേന്ദ്രമുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള പ്ലാനിംഗ് ഹാളിൽ, അതായത് അവിടെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. കളക്ടറേറ്റിനോട് ചേർന്ന പ്ലാനിംഗ് ഹാളിലാണ്. അങ്ങനെ 22 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. 8 മണിയോടുകൂടി വോട്ടെണ്ണി തുടങ്ങും. ഒരു 11 മണിയോടുകൂടി കൃത്യമായൊരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 10 മണിയോടുകൂടി തന്നെ റിസൾട്ടൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ കൂടിയും 11 മണിയോടുകൂടി കൃത്യമായ ട്രെൻഡ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുന്നണികൾ 3 വലിയ അവകാശവാദമാണ് ഉന്നയിക്കുന്നത്. കാരണം UDFനെ സംബന്ധിച്ച് ഇത് ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 10 വർഷമായി LDF ഭരണം കേരളത്തിൽ തുടരുന്നു. ശക്തമായൊരു തിരിച്ചുവരവിന് ശ്രമിക്കുന്ന UDFന് ഒരു ഊർജ്ജശ്വാസം ലഭിക്കണമെങ്കിൽ അത്
കിട്ടുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈമയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ്. പലരും പറയുന്നത് 2010 തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. അന്ന് 534 ഗ്രാമപഞ്ചായത്തുകൾ നേടി UDF വലിയ ഒരു തരംഗം തന്നെ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. 6 തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 5 തവണ മാത്രമാണ് 5 തവണയും LDF നേടിയപ്പോൾ 1 തവണ മാത്രമാണ് ഈ UDFനൊരു മേൽക്കോയ്മ ഉണ്ടാക്കാൻ പറ്റിയത്. അത് 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അതിന് സമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. BJPയെ സംബന്ധിച്ച് പറയുന്നത് അവർ 25% വോട്ട് നേടണം എന്നുള്ളതാണ്. ആ 25% വോട്ട് വീതം നേടുമെന്ന് BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലം നമ്മുടെ മുൻപിലുണ്ട്. അതിൽ തന്നെ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കോർപ്പറേഷൻ തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നീട് തൃശ്ശൂരിനേക്കാൾ ഒരുപക്ഷെ കോഴിക്കോടാണ്. കാരണം കഴിഞ്ഞ തവണ 7 ഡിവിഷനുകൾ BJP ഒന്നാം സ്ഥാനത്തെത്തിയപ്പോൾ 32 ഡിവിഷനുകൾ 2ാം സ്ഥാനത്തെത്തിയ സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു സ്ഥിതി ഇത്തവണ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ 32 ഡിവിഷനുകൾ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് നിന്ന് 32 ഡിവിഷനുകൾ BJPക്ക് 1ാം സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞാൽ അത് കോഴിക്കോട് കോർപ്പറേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത കുതിരകളായി BJP മാറും. 30 സീറ്റുകൾ BJPക്ക് നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ ഈ വോട്ടെണ്ണൽ കഴിഞ്ഞ് വോട്ടെണ്ണലിലെ പോളിംഗ് ശതമാനം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഘട്ടത്തിലുള്ള വിലയിരുത്തലിലെല്ലാം തന്നെ BJP ക്യാമ്പുകൾ വലിയ ആത്മവിശ്വാസം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. നേരത്തെ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം BJP ക്യാമ്പിന് ഇപ്പോഴില്ല. പക്ഷേ UDF ക്യാമ്പ് കൂടുതൽ സജീവമായി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട്. അവർ അവകാശപ്പെടുന്നത് 40-42 സീറ്റുകൾ നേടുമെന്നാണ്. പക്ഷേ 30-അടുത്ത് വരെ സീറ്റുകൾ നേടാനുള്ള ഒരു സാധ്യതയാണ് പൊതുവെ കണക്കുകൂട്ടലുകളിലേക്ക് വരുന്നത്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് വലിയ ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെങ്കിൽ കൂടിയും LDFന് ഭരണം തുടരാമെങ്കിലും ക്ഷീണമുണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന ഒരു വിലയിരുത്തൽ പൊതുവെയുണ്ട്. പക്ഷേ LDF ക്യാമ്പ് പറയുന്നത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നിലവിൽ 50 സീറ്റുകളാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ LDFനുള്ളത്. 75-ൽ 50 നേടി വലിയ മേൽക്കൈയോടുകൂടിയാണ് കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എഴുത്തുകാരി കൂടിയായിട്ടുള്ള ബീന ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരമേറ്റത്. ആ ഒരു 5 വർഷത്തിനിടെ നേടിയ വലിയ പദവികളുണ്ട്. സാഹിത്യ നഗരം പദവി പോലെ ആഗോളതലത്തിൽ തന്നെ യുനെസ്കോയുടെ അംഗീകാരം ഉൾപ്പെടെ കോഴിക്കോടിനെ തേടിയെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെല്ലാം തന്നെ ജനങ്ങൾ മാൻഡേറ്റ് നൽകുമെന്നാണ് LDF ഭരണസമിതി അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ 50-ൽ കൂടുതൽ, നിലവിൽ 50 എന്ന മൃഗീയ ഭൂരിപക്ഷം LDFനുണ്ട്. അതിൽ കൂടുതൽ 3-4 സീറ്റുകൾ അധികം നേടി 53-54 സീറ്റുകൾ അധികം നേടി LDF അധികാരത്തിൽ വരുമെന്ന് LDFും അവകാശപ്പെടുന്നുണ്ട്. ഈ അവകാശവാദങ്ങൾക്കൊപ്പം അപ്പുറത്തുള്ള യാഥാർത്ഥ്യമെന്ന് പൊതുവെ പറയുമ്പോൾ ഈ കണക്ക് കിഴക്കലിലും കൂട്ടലിലും എല്ലാം തന്നെ മുന്നണികൾ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അത് നേരത്തെ അത്ര ഒരു ആത്മവിശ്വാസം 3 മുന്നണികളും പ്രകടിപ്പിക്കാത്തതിൻ്റെ ഒരു കാരണം പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞു. പക്ഷേ അത് ജെൻസി വോട്ടുകളുടെ കുറവായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ജെൻസി വോട്ടുകൾ എന്ന് പറയുമ്പോൾ ജെൻസി വോട്ടർമാർ വോട്ട് ചെയ്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനപ്പുറത്തേക്ക് ഈ ജെൻസി വോട്ടർമാർ പലരും ജോലി തേടിയും അല്ലെങ്കിൽ ഉപരിപഠനത്തിനുമൊക്കെയായി അന്യ സംസ്ഥാനങ്ങളെയും ഒപ്പം തന്നെ മറ്റു രാജ്യങ്ങളെയും ആശ്രയിക്കുന്ന ഒരു ഘട്ടത്തിൽ അവർ കേരളം വിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഒരു പ്രാദേശിക വോട്ടെടുപ്പിൽ, കാരണം ഈ നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ വലിയ സ്വാധീനമുണ്ടാക്കാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ വന്ന് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ ഫലമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിൻ്റെ കുറവ് എന്ന് പല രാഷ്ട്രീയ പാർട്ടികളും അവകാശപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. എന്തായാലും ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് ആരെ തുണയ്ക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. രാവിലെ 8 മണിയോടുകൂടി അല്പസമയത്തിനകം തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആ വോട്ടെണ്ണൽ ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുക. വോട്ടെണ്ണൽ സാമഗ്രികളെല്ലാം തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇനി ആര് ഭരിക്കുമെന്നാണ് പ്രധാനമായും അറിയേണ്ടത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴും LDFനെ സംബന്ധിച്ച് വലിയ മൃഗീയ ഭൂരിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്താണ്. ആ ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ 15-അടുത്ത് സീറ്റുകൾ വരെ എന്ന പ്രതീക്ഷയാണ് UDF പങ്കുവയ്ക്കുന്നത്. ഈ കോഴിക്കോട് കോർപ്പറേഷന് പുറത്ത് BJPക്ക് വലിയ മേൽക്കോയ്മയൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 14,000 വോട്ടിന്റെ ഭൂരിപക്ഷം, അതായത് വോട്ട് വിഹിതത്തിലെ വർധന, ഭൂരിപക്ഷമല്ല 14,000 വോട്ടിന്റെ വോട്ട് വിഹിതത്തിലെ വർധനവ് കഴിഞ്ഞ 5 വർഷത്തിനിടെ BJPക്ക് ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ കാണാതിരുന്നുകൂടാ. അത് ഇത്തവണ എങ്ങനെ പ്രതിഫലിക്കും? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും പോലെ ജനങ്ങൾ രാഷ്ട്രീയമായി വിലയിരുത്തി വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ്.
വ്യക്തികളെ നോക്കി, പ്രാദേശിക സ്വഭാവം നോക്കി, ഒരുപക്ഷെ പാർട്ടികൾക്കിടയിലുള്ള പരസ്പരമുള്ള ആഭ്യന്തര തർക്കങ്ങളെല്ലാം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറെ സ്വാധീനിക്കാം. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ കാണണമെന്നില്ല. അത്തരമൊരു വോട്ടുകളുടെ ഏകീകരണം ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ളത് മൂന്ന് മുന്നണികളും ഒരുപോലെ കണക്ക് കൂട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആർക്കൊപ്പമായിരിക്കും കോഴിക്കോട് എന്നുള്ളത് കണ്ടറിയണം. എങ്കിൽ കൂടിയും കോഴിക്കോട് കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും അത് LDF ഭരണം നിലനിർത്തിയാൽ പോലും അത് നേരത്തെ ഉണ്ടായിരുന്ന മേൽക്കോയ്മ നിലനിർത്തിക്കൊണ്ടുള്ള ഭരണമായിരിക്കില്ല എന്നുള്ള ഒരു വിലയിരുത്തലും രാഷ്ട്രീയ നിരീക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ട്. ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് നേരിട്ട് കണ്ടറിയാം. കാളിദാസ്. റിയാസ്, എന്തായാലും നിലവിലെ സാഹചര്യം നമ്മൾ എന്തായാലും കഴിഞ്ഞ ദിവസത്തെ പ്രചരണങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ പ്രചരണക്കൊക്കെ ഏത് മുന്നണിക്കൊപ്പം ജനങ്ങൾ നിൽക്കുമെന്നുള്ളതാണ് എന്തായാലും പ്രധാനമായും അറിയേണ്ടത്. കോഴിക്കോട് വർഷങ്ങളായി LDFന്റെ കോട്ടയാണ്. ആ കോട്ട LDF നിലനിർത്തുമോ എന്നുള്ളതും കൂടി അറിയാം. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ്, ഈ ഫലം വരുമ്പോഴേക്കും, ആ ട്രെൻഡ് നമുക്കൊന്ന് അറിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു വ്യക്തത ലഭിക്കും. UDFനൊരു മുന്നേറ്റമുണ്ടോ, അല്ലെങ്കിൽ UDFന്റെ ആ ഒരു സ്ഥാനാർത്ഥി, മേയർ സ്ഥാനാർത്ഥിക്ക് നേരിട്ട ആ ഒരു അനുഭവം, ഒപ്പം വിമതശല്യം, ഇത്തരത്തിൽ കുറേ കാര്യങ്ങളുണ്ട്. വടകരയെ സംബന്ധിച്ച് ഒരുപാട് ഉള്ളിൽ കൂടി അല്ലെങ്കിൽ കുറേ അടിയൊഴുക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വലിയ രീതിയിൽ മുന്നണികളെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക ചെറുതായിട്ടെങ്കിലും ഇല്ലേ റിയാസ്? കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമതശല്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ തവണത്തെ അത്ര ഒരു വിമതശല്യം ഇത്തവണ UDFന് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ചാലപ്പുറം എന്ന് പറയുന്നത് മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ സാധ്യതയുള്ള ഒരു ഡിവിഷനാണ്. കാരണം അവിടെ UDFന്റെ സിറ്റിംഗ് സീറ്റാണെങ്കിൽ കൂടിയും അവിടെയാണ് BJPയുടെ കോഴിക്കോട് ജില്ലാ ആസ്ഥാനം നിലനിൽക്കുന്നത്, RSSന്റെ ജില്ലാ ആസ്ഥാനം ഒക്കെ നിലനിൽക്കുന്നത് അവിടെയാണ്. ആ ഒരു ഇടത്ത് ഇത്തവണ NDA വലിയ ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ആ പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം, അവിടെ ഇത്തവണ കോൺഗ്രസ് മത്സരിച്ചിരുന്ന ഒരു സീറ്റ് ഇത്തവണ ഘടകകക്ഷിയായ CMPക്ക് നൽകിയതിനെതിരെ കോൺഗ്രസിനകത്ത് പ്രതിഷേധമുയരുന്നു. അവിടെ കോൺഗ്രസിൽ നിന്നും അവിടെയുള്ള മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള M. അയ്യബ് രാജിവെച്ച് പുറത്തു പോകുന്നു, സ്വതന്ത്രനായി മത്സരിക്കുന്നു. പക്ഷേ ആ ഒരു ഡിവിഷന്റെ ഒരു പൊതു സ്വഭാവം വെച്ച് അതൊരു ഭൂരിപക്ഷ സമൂഹം കൂടുതലായുള്ള ഒരു ഡിവിഷനാണ്. അതുകൊണ്ട് ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട അവിടെ സ്വതന്ത്രനായി മത്സരിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് പൊതുവെ UDFനകത്തുള്ള ഒരു ആശ്വാസകരമായ ഒരു വിലയിരുത്തലായി അവർ പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ അയ്യൂബ് പിടിക്കുന്ന വോട്ടുകൾ അത് ഒരുപക്ഷെ UDFന്റെ വോട്ടുകളായിരിക്കും. ആ വോട്ടുകൾ എത്രമാത്രം സ്വാധീനിക്കുമെന്നുള്ളത്, അത് ആർക്ക് ഗുണം ചെയ്യുമെന്നുള്ളത്, അത് NDAക്കാണോ അതല്ല LDFനാണോ ഗുണം ചെയ്യുക, അതല്ല അതിനപ്പുറത്തേക്ക് അതിനെ മറികടക്കാനുള്ള ഒരു പ്രഭാവം ഈ ചാലപ്പുറത്തുള്ള CMPയുടെ സ്ഥാനാർത്ഥിയായ UDF സ്ഥാനാർത്ഥി V. സജീവിനുണ്ടോ? V. സജീവ് വ്യക്തിപരമായി അവിടെ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരാളാണ്. ആ സജീവിന് അവിടെ ഈ ചാലപ്പുറം ഡിവിഷൻ ശക്തമായി നിലനിർത്താൻ കഴിഞ്ഞാൽ അത് വലിയൊരു വിജയമായി തന്നെ, UDFന്റെ വിജയമായി തന്നെ മാറ്റാൻ കഴിയും. മറ്റൊന്ന് മുഖ്താറാണ്. മുഖ്താർ നിലവിൽ LDFന്റെ കൈവശമുള്ള ഒരു ഡിവിഷനാണ്. പക്ഷേ പ്രചരണ രംഗത്ത് അവിടെ വളരെ സജീവമായി കണ്ടത് UDFന്റെ സ്ഥാനാർത്ഥിയാണ്. LDF അത്ര സജീവമായിരുന്നില്ല. അതുകൊണ്ട് മുഖ്താർ ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് UDF അവകാശപ്പെടുന്നുണ്ട്. മറ്റൊന്ന് ഈ കാരപ്പറമ്പാണ്. കാരപ്പറമ്പ് ഡിവിഷൻ എന്ന് പറയുന്നത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് തുടർച്ചയായി 2 തവണ ജയിച്ചു വന്ന, 3-ാം തവണ അവർ അവിടെ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ അത് വാർഡ് വിഭജനത്തിൽ ഇത്തവണ BJPക്ക് അത്ര അനുകൂലമല്ലാത്ത ഒരു ഡിവിഷനാണ്. അത് നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക BJPക്കുണ്ട്. അത് ആർക്ക് അനുകൂലമായി വരും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അതല്ല നവ്യയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ഒരുപക്ഷെ ഇത്തവണയും അങ്ങനെ ഹാട്രിക് വിജയത്തിലേക്ക് കാരപ്പറമ്പ് ഡിവിഷനിൽ പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ ജനറൽ സീറ്റ് ആയിരുന്നിട്ട് പോലും പാർട്ടി വിശ്വസിച്ച് ഏൽപ്പിച്ചത് നവ്യയാണ്. മറ്റൊന്ന് പുതിയറ ഡിവിഷനാണ്. കഴിഞ്ഞ തവണ T. റനീഷിലൂടെ BJP പിടിച്ചെടുത്ത പുതിയറ ഡിവിഷൻ ഇത്തവണ ആർക്കൊപ്പം നിൽക്കും? അവിടെ നിലവിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായിട്ടുള്ള C. രേഖയെ പോലുള്ള യുവമുഖങ്ങളെയാണ് LDF രംഗത്ത് ഇറക്കിയത്. ഷെർലിയെ പോലുള്ള ഗായികയെ കൂടിയായിട്ടുള്ള ഷെർലിയെ പോലുള്ള കൂടുതൽ ജനപ്രിയയായിട്ടുള്ള ആളുകളെയാണ് LDF ഇറക്കിയത്. ആ ഒരു സീറ്റ് BJPക്ക് ഇത്തവണ നിലനിർത്താൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അതേസമയം പുതിയറയിൽ നിന്നും നേരെ പൊറ്റമ്മലിലേക്ക് മാറി
റെനീഷ് മത്സരിക്കുമ്പോൾ സാധാരണ പൊറ്റമ്മൽ LDFന്റെ ശക്തി കേന്ദ്രമാണ്. ആ LDFന്റെ ശക്തി കേന്ദ്രമായ പൊറ്റമ്മലിൽ പൊതുവെ നേരത്തെയും LDFന്റെ ശക്തി കേന്ദ്രം പിടിച്ചെടുത്ത ഒരു പാരമ്പര്യമുള്ള BJP നേതാവാണ് ടി റനീഷ് എന്ന് പറയുന്ന യുവമുഖം. ആ ടി റനീഷ് തൻ്റെ അട്ടിമറി പാരമ്പര്യം ഇത്തവണ പൊറ്റമ്മലിൽ തുടർന്നു കഴിഞ്ഞാൽ അത് വലിയ ചരിത്രമായി തീരും ഈ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ പരസ്പരമുള്ള ഒരു അട്ടിമറികൾ പ്രതീക്ഷിക്കുന്നു. എന്തിന് മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുസാഫിർ അഹമ്മദ് മത്സരിക്കുന്ന മീൻചന്തയിൽ പോലും അവിടെ UDF പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എന്നുള്ളത് പറയുമ്പോൾ അതിൻ്റെ ഒരു കാരണമായി വരുന്നത് പാളയം പച്ചക്കറി മാർക്കറ്റുമായി ബന്ധപ്പെട്ട മാറ്റമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ പഴി കേൾക്കേണ്ടി വന്നത് ഡെപ്യൂട്ടി മേയറായിട്ടുള്ള മുസാഫിർ അഹമ്മദാണ്. അന്ന് ഈ പാളയം പച്ചക്കറി മാർക്കറ്റിലെ CITUവിൻ്റെ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ കൂടുതലായി അത്തരം വോട്ടർമാർ കൂടുതലായുള്ള ഒരു ഡിവിഷനാണ് മീൻചന്ത ഡിവിഷൻ എന്നുള്ളത്. അതിൽ ഈ പാളയം പച്ചക്കറി മാർക്കറ്റിലെ തൊഴിലാളികളുടെ വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. സെൻട്രൽ മാർക്കറ്റിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന ആശങ്കയുള്ള തൊഴിലാളികൾ, മത്സ്യ മാർക്കറ്റിലെയൊക്കെ തൊഴിലാളികളുള്ള മറ്റ് ഇടങ്ങളുണ്ട്, അത് ആർക്കനുകൂലമായി പോകും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടറിയേണ്ടതുണ്ട്. അങ്ങനെ പ്രാദേശികപരമായ പല വിഷയങ്ങൾ ഇവിടെയുണ്ട്. അത്തരം പ്രാദേശിക വിഷയങ്ങളുണ്ട്. ഒപ്പം തന്നെ വിമതശല്യമുണ്ട്. ഇപ്പോൾ അയ്യൂബിൻ്റെ കാര്യം പറഞ്ഞതുപോലുള്ള അത്തരം കാര്യങ്ങളുണ്ട്. അത് പരിശോധിക്കണം. മറ്റൊന്ന് BJPക്കിടയിലുള്ള ഒരു ചക്കളത്തി പോരാട്ടം പരസ്യമായ രഹസ്യമാണ്. കാരണം ഈ BJPയുടെ ഒരു കോഴിക്കോട് BJPയിലുള്ള വിഭാഗീയ പ്രശ്നം, അത് വിഭാഗീയ പ്രശ്നങ്ങളില്ല എന്ന് മേൽത്തട്ടിൽ നിന്ന് നേതൃത്വം പറഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് ആഭ്യന്തര തർക്കമുണ്ട് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യവുമാണ്. കാരണം ഒരുപക്ഷെ സംസ്ഥാനത്തെ BJPയിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് പോലുള്ള ഒരു ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ 35 സീറ്റുകൾ സ്വപ്നം കാണുന്ന BJPക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ? അതല്ല നിലവിലുള്ള കയ്യിലുള്ള സീറ്റുകൾ, ഇപ്പോൾ കാരപ്പറമ്പും പുതിയറയും പോലുള്ള നിലവിലുള്ള സീറ്റുകൾ കൈവിട്ടു പോകുമോ എന്നുള്ളതാണ്. മറ്റൊന്ന് മാവൂർ റോഡാണ്. മാവൂർ റോഡ് എന്ന് പറയുന്നത് 76ാമത്തെ ഡിവിഷനായി ഇത്തവണ വാർഡ് വിഭജനത്തിൽ കൂട്ടിച്ചേർത്തപ്പെട്ട ഒരു ഡിവിഷനാണ്. അവിടെ മത്സരിക്കുന്നത് പ്രധാനമായും നിലവിൽ മാവൂർ റോഡ് ആർക്കൊപ്പം നിൽക്കുമെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് പുതിയ ഡിവിഷനാണ്. സ്വാഭാവികമായും അവിടെ കൂടുതലായിട്ട് പുതിയ ഡിവിഷൻ്റെ ഒരു സ്വഭാവം വെച്ച് BJPക്ക് കൂടുതൽ സ്വാധീനമുള്ള വോട്ടർമാർ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. BJP ഇത്തവണ ഇറക്കിയിരിക്കുന്ന മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീജ സി നായരെയാണ്. അവർ കൂടുതൽ ജനകീയമായി അവിടെ വോട്ടിങ്ങിൽ ഇടപെട്ടു എന്നൊരു വിലയിരുത്തൽ BJPക്ക് അകത്തുണ്ട്. മറ്റൊന്ന് ആശ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് UDF ഇറക്കിയതെങ്കിലും UDFന് അവിടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് മൂന്നാലെങ്കിൽ ഉണ്ടായിരുന്ന, ഒപ്പം തന്നെ അവിടെയുള്ളൊരു മൂന്നാലെങ്കിൽ ഉൾപ്പെട്ട പ്രദേശമുണ്ട്. അന്ന് മൂന്നാലെങ്കിലെ UDF കൗൺസിലറായിരുന്ന റംലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയങ്ങളിൽ പാർട്ടി വിട്ട് RJDയിൽ ചേർന്ന് LDF സ്ഥാനാർത്ഥിയായി മാറുന്ന ഒരു കാഴ്ച നമ്മൾ മൂന്നാലെങ്കിൽ കണ്ടു. ആ മൂന്നാലെങ്കിൽ വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള പാളയത്ത് ഈ റംലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അത് ആർക്ക് അനുകൂലമായി ഭവിക്കും? അത് ഈ നിലവിൽ റംലത്ത് നിൽക്കുന്ന LDFന് അനുകൂലമായിരിക്കും, അല്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വരെ റംലത്ത് ഉണ്ടായിരുന്ന UDFന് അനുകൂലമായി ഭവിക്കുമോ എന്ന് പരിശോധിക്കുമ്പോൾ പോലും അവിടെ മറ്റൊന്ന് അൽഫോൺസ ടീച്ചറുടെ സാന്നിധ്യമാണ്. അൽഫോൺസ ടീച്ചർ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകൾ വരെ, അതായത് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന ദിവസങ്ങളിൽ വരെ ഈ അൽഫോൺസ ടീച്ചർ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന കൗൺസിലറാണ്. അവർ കോൺഗ്രസ് വിട്ട് ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. ആ ആം ആദ്മി പാർട്ടിയിൽ ചേർന്ന അൽഫോൺസ ടീച്ചർ മാവൂർ റോഡ് ഡിവിഷനിലെ വോട്ടുകൾ എത്രമാത്രം വ്യക്തിപരമായി പിടിക്കും? ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. പക്ഷേ ഈ അൽഫോൺസ ടീച്ചർ വ്യക്തിപരമായി പിടിക്കുന്ന വോട്ടുകൾ അവിടെ നഷ്ടപ്പെടുക UDFനായിരിക്കും. അത് കൂടുതൽ അനുകൂലമാകുക BJPക്കായിരിക്കും എന്നുള്ളത് ഒരു കാരണം. UDFൻ്റെയും LDFൻ്റെയും വോട്ടുകൾ ചോർന്ന് ഒരുപക്ഷെ അത്തരമൊരു അൽഫോൺസ ടീച്ചറിലേക്ക് പോവുകയാണെങ്കിൽ അത് പിന്നീട് കാൽക്കുലേഷനിൽ കൂടുതൽ അനുകൂലമാകുക BJPക്കായിരിക്കുമെന്നൊരു പ്രതീക്ഷയാണ് BJPയെ സംബന്ധിച്ചുള്ളത്. അവർ പറയുന്നത് പുതിയ ഡിവിഷൻ ഞങ്ങൾ പിടിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന് വാർഡ് വിഭജനം. ഈ 75 ഡിവിഷനുകൾ, നേരത്തെ ഉണ്ടായിരുന്ന 75 ഡിവിഷനുകളിൽ ഇപ്പോൾ കൂട്ടിച്ചേർത്ത ഒരു ഡിവിഷൻ ഉൾപ്പെടെ 76 ഡിവിഷനുകളിലും വാർഡ് പുനർവിഭജിച്ചിട്ടുണ്ട്. അവിടെയുള്ള ആ വാർഡ് പുനർനിർണയം എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ മുന്നണികൾ വലിയ പ്രതീക്ഷകളൊക്കെ പങ്കുവച്ചാൽ പോലും അതൊക്കെ അസ്ഥാനത്താവുന്ന രീതിയിൽ ജനങ്ങളുടെ വികാരം ആർക്കനുകൂലമായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഈ വാർഡ് വിഭജനം LDFന് അനുകൂലമായി നിൽക്കുമോ, അല്ല അതിനപ്പുറത്തേക്ക് ഈ 50 വർഷമായി തുടരുന്ന LDF ഭരണത്തോടുള്ള ഒരു